നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തനി നാടൻ സ്റ്റൈലിലുള്ള മട്ടൺ റോസ്റ്റ് ആട്ടോ. ഞാൻ അതിന് വേണ്ടിയിട്ട് 1 കിലോ മട്ടൺ എടുത്ത് വെച്ചിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. തേങ്ങാക്കൊത്തെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് തുടങ്ങാം. 2 മീഡിയം സൈസ് സവാളയും 1 തക്കാളിയും നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും 3 പച്ചമുളക് കട്ട് ചെയ്തെടുക്കുകയാണ് ഞാൻ. നമുക്ക് വേവിക്കാൻ വെക്കാം. ഞാൻ കുക്കർ എടുത്ത് അതിലോട്ട് ആദ്യം മട്ടൺ ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച സവാള, പച്ചമുളക്, കറിവേപ്പില, പിന്നെ തക്കാളി അത്ര ഇട്ട് കൊടുക്കുക. ഞാൻ ഓൾറെഡി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതും ഒരു 2 സ്പൂൺ കൂടി നമുക്ക് ഇട്ട് കൊടുക്കാമേ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്, കറക്റ്റ് 2 സ്പൂൺ ബാക്കിയുള്ളൂ. രണ്ട് സ്പൂൺ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്യാൻ എടുക്കുമ്പോൾ അപ്പം നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ തേങ്ങാക്കൊത്ത് കൊടുക്കാം. കുക്കർ ചെറുതായി പോയോ, പക്ഷെ കറക്റ്റാണ്. നമുക്ക് മിക്സ് ചെയ്യാനായിരിക്കും പാട്. രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടര സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണ്ടേ. അപ്പം എടുത്ത് വെച്ചേക്കാം നമുക്ക്. ഇതൊക്കെ ഏത് വെച്ചതാണ് മാഞ്ഞുപോയി. കറക്റ്റ് അതുപോലെ സ്മെല്ല് ചെയ്ത് നോക്കിയ ജീരകപ്പൊടി. അത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, ഒരു ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ആയിരുന്നത്. ജീരകപ്പൊടി കേട്ടോ, അതൊരു 1/2 ടീസ്പൂൺ. ഇനി ഇതിലോട്ട് നമുക്ക് മട്ടൻ മസാല ആഡ് ചെയ്യാം. രണ്ട് ടീസ്പൂൺ മട്ടൺ മസാല ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനൊരു ഏകദേശ കണക്ക് നമ്മൾ ഉണ്ടാക്കി ശീലമുള്ളതുകൊണ്ട് സ്പൂൺ കൊണ്ട് അളന്നിടുന്നില്ല കേട്ടോ. 2 ടീസ്പൂൺ ഉണ്ട്. അത് ഓയിൽ ഒഴിച്ചു കൊടുക്കുക, കുറച്ച് മതി. ആവശ്യത്തിന് ഉപ്പ്. ഒന്ന് കൈ കഴുകട്ടെ. നമ്മുടെ കൈ കൊണ്ടുള്ള പരിപാടിയാണ്. നമ്മൾ എല്ലാം നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മിക്സ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നി ചെറിയ കുക്കറായി പോയല്ലോ എന്ന്. ഇതിൽ വേവും, പക്ഷെ വേവൊന്നല്ല, ഇതിൽ കൊള്ളും, പക്ഷെ നമുക്കിങ്ങനെ മിക്സ് ചെയ്യാൻ ഭയങ്കര പാടാണ്. വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ഇതിൽ നിന്ന് വെള്ളം ഓൾറെഡി ഇറങ്ങും. ഒരുപാട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ പിന്നെ നമ്മൾ ആ വെള്ളം വറ്റിക്കാൻ സമയം എടുക്കും. എല്ലായിടത്തും മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് അടച്ച് ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ മട്ടൻ്റെ ഒക്കെ വേവ് അനുസരിച്ച് കേട്ടോ. എനിക്കിവിടെ 5 to 6, ഒരു 6 വിസിലൊക്കെ ആകുമ്പോൾ നല്ലതായിട്ട് വെന്തിട്ടുണ്ടാവേ. അപ്പം ഞാൻ വേവിക്കാൻ വെക്കാം കേട്ടോ.
നോക്കട്ടെ കേട്ടോ, വെന്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. വെന്തിട്ടുണ്ട് കേട്ടോ നല്ലതായിട്ട്. നമ്മൾ ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ, നോക്കി നല്ലതായിട്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട്, നല്ലതായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് തുടങ്ങാം. ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെക്കുകയാണ്. എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോഴത്തേക്കും ഒരു 5-6 ഉലുവ ഇട്ട് കൊടുക്കണം കേട്ടോ. എണ്ണ നിൽക്കണ്ട, നമ്മുടെ മീൻകറിയിലൊക്കെ ഇടുന്ന അത്ര കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി അതിനുശേഷം നമ്മൾ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീഫ് ഇത് ഇട്ട് കൊടുക്കണേ. എന്നിട്ട് ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ച സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇത് ഇട്ട് കൊടുക്കണേ. ഇനി ഇതിലോട്ടുണ്ടല്ലോ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടേ ഈ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നല്ലതായിട്ട് സോഫ്റ്റായി പച്ചമണമൊക്കെ മാറുന്ന വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണേ. ഈ സവാള നന്നായിട്ട് വഴറ്റണ്ട, നമുക്കൊന്ന് ജസ്റ്റ് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതിയേ. അപ്പം നമുക്ക് ഇതിലോട്ടുണ്ടല്ലോ ഇനി 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. അതിനുശേഷം 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ എന്താ പറയുക മസാല, മട്ടൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. മസാല നന്നായിട്ട് മൂത്ത് പച്ചമണെല്ലാം മാറി വരുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ മട്ടൻ വേവിച്ചപ്പോൾ അതിൽ നിന്ന് വെള്ളം വന്നില്ലായിരുന്നോ, വെള്ളം എന്ന് പറഞ്ഞാൽ ആ ചാറ്, ആ ചാറ് ഇതിലോട്ട് മൊത്തത്തോടെ ആ ചാറ് ഒഴിച്ചു കൊടുക്കണേ. കഷ്ണങ്ങളൊന്നും ഇടാണ്ട് ആ ചാറ് മാത്രം ആദ്യം ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് എണ്ണ തെളിയുന്നവരെ വറ്റിച്ചെടുക്കാമേ. അങ്ങനെ എണ്ണയെല്ലാം നല്ലതായിട്ട് തെളിഞ്ഞ് അതിന്റെ ചാറെല്ലാം നല്ലതായിട്ട് വറ്റി കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് മട്ടൻ പീസസ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഈ മട്ടൻ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത് വളരെ ചെറിയ തീയിലാട്ടോ. അങ്ങനെ ഇതിലെ വെള്ളമെല്ലാം വറ്റി നല്ല തിക്ക് ചാറാവുന്ന വരെ നമ്മളിങ്ങനെ ചെറു തീയിൽ ഇങ്ങനെ വേവിച്ചെടുക്കുവാണേ. അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് നോക്കണേ. നമ്മൾ ആദ്യം മട്ടനിൽ മാത്രമാണല്ലോ ഉപ്പിട്ടിട്ടുള്ളൂ. അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനൊരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണേ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ മട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കല്ലേ. ഇത് ചെറു തീയിലിരുന്ന് ഈ ചാറെല്ലാം വറ്റി നല്ല തിക്ക് ഗ്രേവി ടെക്സ്ചർ ആവുന്ന വരെ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോഴത്തേക്കും മുകളിലൊക്കെ നല്ലതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് നല്ല ചോക്ലേറ്റ് ബ്രൗൺ ആകുമ്പോഴത്തേക്കും നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ മട്ടൻ റോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ തീ ഓഫ് ചെയ്യുവാണേ. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മട്ടൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നമുക്കൊരു പീസ് എടുത്ത് കഴിച്ചു നോക്കാം കേട്ടോ. നിറയെ തേങ്ങ കൊത്തിട്ടോ, പക്ഷെ ഒന്നും കാണുന്നില്ല. നല്ല ടേസ്റ്റ് ഉണ്ട് അരപ്പിന്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ, ബൈ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.